നമസ്കാരം, VCB ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ രാകേഷ് KR. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് അവസാനിച്ചു. വൈകിട്ട് 6:30 വരെയുള്ള കണക്കനുസരിച്ച് 75.01% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. തൃശൂർ ജില്ലയിൽ 74.34% വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ വാശിയേറിയ പോരാട്ടം നടന്ന വടക്കാഞ്ചേരി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ കനത്ത പോളിംഗ് രേഖപ്പെടുത്തി. 6 മണി കഴിഞ്ഞിട്ടും പലയിടങ്ങളിലും നീണ്ട ക്യൂ തുടരുന്ന കാഴ്ചയായിരുന്നു. ഇനി മെയ് 4 വോട്ടെണ്ണൽ ഫലത്തിനായി കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം. വടക്കാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്താനെത്തിയ നിർമ്മാണ തൊഴിലാളിയുടെ വോട്ടിനെ ചൊല്ലിയുണ്ടായ തർക്കം NDA സ്ഥാനാർത്ഥിയുടെ പ്രതിഷേധത്തെ തുടർന്ന് പരിഹരിച്ചു. പാലപ്പറമ്പിൽ സജീവൻ വോട്ട് ചെയ്യാനെത്തിയപ്പോൾ പോസ്റ്റൽ വോട്ട് രേഖപ്പെടുത്തിയതായി ഉദ്യോഗസ്ഥർ അറിയിച്ചതിനെ തുടർന്ന് അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബുവും പ്രവർത്തകരും പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു. പോലീസും BJP പ്രവർത്തകരും തമ്മിൽ വാക്കുതർക്കമുണ്ടായെങ്കിലും ഒടുവിൽ സജീവന് വോട്ട് രേഖപ്പെടുത്താൻ അധികൃതർ അനുമതി നൽകി. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലെത്തിയ എരുമപ്പെട്ടി സ്വദേശി നിഷാർ തന്റെ 56-ാം വയസ്സിൽ ആദ്യ വോട്ട് രേഖപ്പെടുത്തി. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ബൂത്തിലെത്തി വോട്ട് ചെയ്ത നിഷാർ കഴിഞ്ഞ 36 വർഷമായി കുവൈറ്റിലായതിനാൽ മുൻപൊരു തെരഞ്ഞെടുപ്പിലും പങ്കെടുക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. ഭാര്യ സബീനയ്ക്കൊപ്പം ബൂത്തിലെത്തി കന്നിവോട്ട് രേഖപ്പെടുത്താൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ചെറുതുരുത്തി അത്തിക്കാപ്പറമ്പ് സ്വദേശിയായ 101 വയസ്സുകാരൻ അബ്ദുള്ള അമൃത സ്കൂളിലെ ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തിയതും വോട്ടെടുപ്പ് ദിനത്തിലെ സവിശേഷ കാഴ്ചയായിരുന്നു. ജമാഅത്തെ ഇസ്ലാമി പാലക്കാടിനെ ഭീകരവാദികളുടെ ഹബ്ബാക്കി മാറ്റുകയാണെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റും പാലക്കാട് NDA സ്ഥാനാർത്ഥിയുമായ ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചു. മള്ളിത്തറ ജനകീയ വിദ്യാലയത്തിലെ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് അവർ രൂക്ഷമായ ആരോപണം ഉന്നയിച്ചത്. മണ്ഡലത്തിലെ വികസന മുരടിപ്പും വർഗീയ പ്രീണനവുമാണ് ഇത്തവണത്തെ പ്രധാന ചർച്ചാ വിഷയവുമെന്നും ശോഭാ സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു.